ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം കോസ്കോയിലേ പോയപ്പോൾ മേടിച്ച പൈനാപ്പിളാണേ. പഴുത്തതാന്നൊക്കെ അവർ പറയുന്നു, പക്ഷേ കുറച്ചും കൂടെ പഴുക്കണമെന്നാണ് തോന്നുന്നത്. സോ ഞാൻ നമ്മുടെ നാട്ടിലെ ന്യൂസ് പേപ്പർ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പോവാണ്. ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഇത് വെച്ചിക്കാം. നമുക്ക് ശരിക്കും പഴുക്കാത്ത ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, പൈനാപ്പിൾ, അതുപോലെ മാങ്ങ, അങ്ങനത്തെ സാധനങ്ങൾ ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് പഴുത്ത് കിട്ടും കേട്ടോ. അതൊരു ടെക്നിക്കാണ്. 2026 ഡിസംബറിൽ ക്രിസ്മസിനോട് വേണ്ടി പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാനത് പൊതിഞ്ഞ് വെച്ചത് പഴുത്തോന്ന് നോക്കട്ടെ. പഴുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. ഇൻഗ്രീഡിയൻസ് പറയുന്നത് ഭയങ്കര സിമ്പിളാട്ടോ. അപ്പം ഞാൻ എടുത്തേക്കുന്ന മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 കിലോ പൈനാപ്പിൾ, അതിന് 2 കിലോ ഷുഗർ, 2 സ്പൂൺ ഈസ്റ്റ്, ആ ഒരു അനുപാതത്തിലാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അത് ഇട്ട് വെക്കാൻ വേണ്ടി 2 ലിറ്റർ വെള്ളം. അപ്പം കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, എല്ലാം 2. നമ്മൾ മുന്തിരിയുടെ വൈൻ ഇടുന്ന പോലെയല്ല കേട്ടോ. പൈനാപ്പിളിൻ്റെ വൈൻ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് പൈനാപ്പിൾ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. മുന്തിരി നമ്മൾ അങ്ങനെയല്ലല്ലോ, തിളപ്പിച്ച് ആറ്റി വെച്ച വെള്ളത്തിലാണല്ലോ ഇടുന്നത്. സോ ഇതങ്ങനെയല്ല. പൈനാപ്പിൾ നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ. സോ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കണ്ടിച്ചെടുക്കുക. വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം അതിനകത്തോട്ട്. ആദ്യം തന്നെ ഇതൊക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ മരത്തിൻ്റെ ഒരു തവിയാട്ടോ എടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് നമ്മുടെ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 5-6 ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് അങ്ങനെ ഇട്ടാൽ മതി. അതിൻ്റെ ചെറുതായിട്ടൊരു രീതിയിലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പഞ്ചസാര വെള്ളം വെട്ടി തിളക്കിയാണ്. ആ സമയത്ത് നമ്മുടെ പൈനാപ്പിൾ പതുക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ ഒന്ന് നമുക്ക് തിളച്ച് കിട്ടിയാൽ മതി. ഈ നമ്മുടെ പൈനാപ്പിൾ ഇട്ടതിന് ശേഷം പൈനാപ്പിൾ വേവേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഗൾഫിലായിരുന്നപ്പോഴേ ഇടയ്ക്ക് ഇങ്ങനെ മുന്തിരിയും പൈനാപ്പിളൊക്കെ മേടിച്ച് വൈൻ ഇടുമായിരുന്നേ. ആക്ച്വലി എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല അങ്ങനെ, കാരണം എനിക്കറിയത്തില്ല, എൻ്റെ സ്റ്റൊമക്ക് പെട്ടെന്ന് അപ്സെറ്റ് ആവും ഇങ്ങനത്തെ എന്താ പറയുക, ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുന്തിരി വൈനൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ കുടിച്ചിട്ട് ഭയങ്കരമായിട്ട് വയറുവേദന എടുത്ത് ഞാൻ കിടന്നു പോയതാണ്. അതിനുശേഷം ഞാനങ്ങനെ കുടിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു, എനിക്ക് ഇട്ട് തരാമോ, അങ്ങനെ ചോദിക്കുമായിരുന്നു. എനിക്കിങ്ങനത്തെ അലുകുലത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് അടുത്ത ക്രിസ്മസിന് വേണ്ടി ഞാൻ ഇപ്പോഴേ ഇത് ഉണ്ടാക്കി വെച്ചേക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ ഹോപ്പ്ഫുള്ളി അടുത്ത ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും പപ്പയും മമ്മിയും ഒക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ അനിയൻ ബെൽജിയത്തിൽ നിന്ന് വരും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ സാധാരണ നമ്മൾ ക്രിസ്മസിന് വെളിയിൽ നിന്ന് വൈൻ മേടിക്കാറുള്ളൂ. അപ്പം നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ വൈൻ ഭയങ്കര സന്തോഷത്തോടെ എടുത്ത് അവർക്ക് വേണ്ടി പൊട്ടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുന്നത്. പഴകും തോറും വൈനിന് വീര്യം കൂടുമെന്ന് പറയുന്ന പോലെ ഇപ്പം ഫെബ്രുവരി ആയിട്ടല്ലേ ഉള്ളൂ. അപ്പം ഇനഫ് ടൈമുണ്ട് നെക്സ്റ്റ് ക്രിസ്മസ് ആകാൻ വേണ്ടി. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കെട്ടിപ്പൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ വൈൻ ഇടുന്നതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ പഞ്ചസാര ലൈനിക്കകത്ത് പൈനാപ്പിൾ ഇട്ടത് തണുത്തു. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അല്ലാതെ നമ്മുടെ ഭരണിക്കകത്തോ ജാറിനകത്തോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആവി അടിച്ചിട്ട് ആ വെള്ളം വേണ്ടിയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇട്ട് വെക്കാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഓക്കെ, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ ഇട്ടു. ഇനി ആകപ്പാടെ മിസ്സുള്ള നമ്മുടെ ഈസ്റ്റ് ഇടാനാണ്. ഈസ്റ്റ് ചൂടുള്ളപ്പോൾ ഒരിക്കലും ഇടരുത്. ഈസ്റ്റ് ചത്തുപോകും, അത് വർക്കാവത്തില്ല. എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ് നമ്മൾ മുന്തിരി വൈൻ ഉണ്ടാക്കുന്നതിൽ വെച്ച്. മുന്തിരി വൈൻ ജസ്റ്റ് മുന്തിരിയെല്ലാം കഴുകി തുടച്ച് വെള്ളം തിളപ്പിച്ച് ആറ്റിച്ച് വെച്ചതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്തിരി, അതിനുശേഷം പഞ്ചസാര, പിന്നെ ഈസ്റ്റ്, പിന്നെ മുന്തിരി, പഞ്ചസാര, ഈസ്റ്റ് ഇട്ടിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ച് ആറ്റിച്ച് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ശരിക്കും നല്ലോണം തണുത്ത് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് പറഞ്ഞിക്കഥ ഒഴിച്ചു കേട്ടോ.
ഇതോ ഇത് നമ്മള് പൈനാപ്പിളിന്റെ വൈൻ ഉണ്ടാക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഈസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊച്ചിൻ്റെ കൈ കൊടുക്കാം. അതെന്നാന്നറിയാവോ ടൂട്ടുവിന്? ഈസ്റ്റ് മൊത്തം ഇട്ടു. ഇനി ടൂട്ടു മോളെ എന്നാ ഒരു കാര്യം ചെയ്യുന്നു, ഇളക്കിക്ക് വന്നാ നമുക്ക് ഇളക്കാൻ കൊടുത്തു ജിനു. ഇതിൻ്റെ കൂടെ പിടിക്കാൻ പറ്റില്ലല്ലോ. ഇളക്കിക്ക് വന്നായിട്ട് നല്ല ശക്തിയായി നമ്മൾ ഇളക്ക്. ഇനി നമുക്ക് ഇതുണ്ടല്ലോ അടുത്തൊരു 10 ദിവസത്തേക്ക് ഡെയിലി നമുക്ക് തുറന്ന് ഇത് ഇളക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 45 ദിവസം നമുക്ക് അടച്ചൂടെ വെക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ റെഡിയാവും. ഉപയോഗിക്കണ്ട, അടുത്ത ക്രിസ്മസിന് വേണ്ടിട്ടുള്ളതാ. അത് കഴിഞ്ഞിട്ട് ആ 40 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി പിന്നെ നമ്മൾ ക്രിസ്മസിലേക്ക് വേണ്ടി നമ്മൾ ഫുൾ ക്ലോസ് ചെയ്ത് നമ്മൾ നമ്മുടെ സ്റ്റോറേജ് റൂമിലേക്ക് കിട്ടും. അടിപൊളിയല്ലേ? ഇനി ഐശ്വര്യമായിട്ട് അടച്ചോ, ഇങ്ങനെ അടച്ച് സീൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കട്ട് കുടിച്ചാക്കരുത്. അപ്പൊ നമ്മള് വൈൻ ഇട്ടിട്ട് ഓൾമോസ്റ്റ് 10 days കഴിഞ്ഞു. അപ്പൊ ഒന്നരാടം ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ലാസ്റ്റ് ദിവസത്തെ ഇളക്കലാണ്. ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ ഇളക്കി നമ്മളൊരു 45 days വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോറിലോട്ട് മാറ്റും. അതിനുശേഷം അത് കഴിഞ്ഞ് ഇത് ഫിൽറ്റർ ചെയ്തെടുത്ത് കുപ്പിയിലെടുത്ത് വെക്കാനാണ് പ്ലാൻ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡിസംബറിലോട്ടുള്ള ഒരു കണക്കുകൂടൽ അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് പൊട്ടിച്ച് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കണ്ടോ, ശകലം പോലെ പൂപ്പലോ ഒന്നുമില്ല കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് ഇളക്കാം. ഈ തടിത്തവി തന്നെയായിട്ട് ഞാൻ ആദ്യം തൊട്ടേ യൂസ് ചെയ്തുകൊണ്ടിരുന്നേ. ഇത് ഞാൻ വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതിന് ശേഷമാണ് തുടങ്ങിയ പരിപാടി. അതിനുശേഷം പിന്നെ വാഷ് ചെയ്തില്ല. നന്നായിട്ട് തുടച്ച് ഡ്രൈ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ വെള്ളം തൊടിക്കാതെ തുടയ്ക്കുമായിരുന്നു. അപ്പോൾ ആ സെയിം തവി തന്നെയാണ്. നല്ലവണ്ണം ഇളക്കി നല്ല യെല്ലോയിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു 45 days മാറ്റിയാണ്. ഇനി ഇളക്കിയാണ്. ഇത് ലാസ്റ്റ് ആയിരുന്നു. 45 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് ഫിൽറ്റർ ചെയ്ത് ഒരു കുപ്പിക്കകത്താക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ല, ഈ കുപ്പിക്കകത്ത് തന്നെ വെക്കാം അല്ലേ? ഈ കുപ്പിക്കകത്ത് വെച്ചിട്ട് നന്നായിട്ട് അടിഞ്ഞതിന് ശേഷം നമുക്ക് വൈൻ കുപ്പിയിലോട്ട് മാറ്റാം.